എന്താണെന്നറിയില്ല, രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. സൂര്യനൊക്കെ കണ്ടോ, അത് മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോയി. ഏകദേശം 3 അടിയോളം ഉയരത്തിലുള്ള രുദ്രാക്ഷശിലയിലുള്ള ശിവലിംഗമാണ്. പടിഞ്ഞാട്ടാണ് ദൃഷ്ടി. പിന്നെ അതുപോലെ ഇതിൻ്റെ കുളവും ആൽത്തറയൊക്കെ വരുന്നത് അമ്പലത്തിൻ്റെ പുറകുവശത്താട്ടോ. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയിട്ട് വേണം കുളവും ആൽത്തറയൊക്കെ. ഇവിടെയൊക്കെ ആകെ കാട് മൂടി കിടക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരൊന്നും അധികം ഈ കുളത്തിലേക്കൊന്നും വരാത്തതുകൊണ്ട് ആകെ കാടായി കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ കാട് മൂടി കിടക്കുകയാണ്. ഒരു പ്രത്യേക തരം പൂവൊക്കെ കണ്ടിട്ടോ ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് നടക്കുകയാണ്. ഇനി അമ്പലത്തിൽ തൊഴുതിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ തിരുമേനിയിലേക്ക് നിന്ന് പ്രസാദമൊക്കെ വാങ്ങി തിരുമേനി അയ്യപ്പൻ്റെ അടുത്തേക്ക് നേര്യത്തിനായിട്ട് പോവുകയാണ്. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി. അപ്പോഴേക്കും സൂര്യന് സെറ്റായിട്ടോ, നല്ല പ്രകാശമൊക്കെ ആയി തുടങ്ങി, മഞ്ഞൊക്കെ നീങ്ങി. എന്നാലും തണുപ്പ് വിട്ടിട്ടൊന്നുമില്ല. മഞ്ഞലിയാൻ തുടങ്ങി, മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബൈക്കെടുത്ത് തിരിച്ചു പോവുകയാണ്.